തീർച്ചയായിട്ടും പി വി അൻവർ ഒരു പൊളിറ്റിക്കൽ ഫൈറ്ററാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈരുദ്ധ്യ നിലപാടുകൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രാഷ്ട്രീയക്കാർക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ റിയാക്ഷൻസ് എപ്പോഴും ഇമോഷണലായിരിക്കും. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാ. സോഷ്യൽ മീഡിയയിൽ ആദ്യം ഇമോഷൻ, പിന്നെ റാഷണാലിറ്റി എന്നുള്ളതാണല്ലോ. ആദ്യം വൈകാരികമായി സംസാരിക്കും, പിന്നീട് യുക്തിഭദ്രമായി സംസാരിക്കും. ഒന്നിലധികം സാഹചര്യങ്ങൾ നമുക്ക് പി വി അൻവറിൽ എടുത്തു കാണിക്കാൻ പറ്റും. പി വി അൻവർ യഥാർത്ഥത്തിൽ ഈ LDF സർക്കാരിനെതിരെ അല്ല ആദ്യം രംഗത്ത് വരാൻ തീരുമാനിച്ചത്. അതിൽ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ടൊരു വിസിൽ ബ്ലോവർ ആവാനാണ് പി വി അൻവർ ശ്രമിച്ചത്. അത് KT ജലീലും ശ്രമിച്ചിരുന്നു. KT ജലീലും പി വി അൻവറും റസാഖ് കാരാട്ടും ഒരേപോലെയാണ് പ്രതികരിച്ചു തുടങ്ങുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. നിർഭാഗ്യവശാൽ KT ജലീലിനേക്കാൾ കാരാട്ട് റസാഖിനും പി വി അൻവറിനുമുള്ള പ്രധാനപ്പെട്ട വിഷയം സ്വർണ്ണക്കടത്തായിപ്പോയി. KT ജലീൽ അതിനുമപ്പുറത്തേക്ക് പോലീസിലെ കാവ്യവൽക്കരണം എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രതികരിക്കുമ്പോൾ സ്വർണ്ണക്കടത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ലീഡാക്കിക്കൊണ്ട് പി വി അൻവർ പ്രതികരിക്കാൻ ശ്രമിച്ചതാണ് പി വി അൻവറിന് സംഭവിച്ചു പോയ തെറ്റുകളിൽ ഒന്ന്. പക്ഷേ അവിടെ എന്താ സംഭവിച്ചത്? ആദ്യഘട്ടത്തിൽ CPM-ലെ തന്നെ ഒരു വിഭാഗം ശങ്കിച്ചു നിന്നു. കാര്യം CPM-ലെ ഒരു നല്ലൊരു വിഭാഗം പി വി അൻവറിൻ്റെ ഫാൻ ബേസ് ഉള്ളവരാണ്. പക്ഷേ എന്താണ് ഒടുവിൽ സംഭവിച്ചത്? പി വി അൻവർ ആ ആരോപണങ്ങളിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് മാറി നേരെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും P ശശിയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പാർട്ടിയിലേക്ക് കടന്നതോടുകൂടി പാർട്ടി അണികളിൽ ഭൂരിപക്ഷവും പി വി അൻവറിനെതിരാവുന്ന അവസ്ഥ വന്നു.